പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിയിലെ HMTയുടെ ഫ്യൂസ് ഊരി KCB. വൈദ്യുതി ബില്ലിൽ വലിയ തുക കുടിശ്ശിക വന്നതോടെയാണ് KCB നീക്കം. 30 കോടി രൂപയ്ക്കടുത്താണ് കുടിശ്ശിക. വിവരങ്ങളുമായി ബീനാറാണി ചേരുന്നുണ്ട്. ബീനാറാണി, നോട്ടീസ് ഒന്നും അയക്കാതെയാണോ ഈ ഫ്യൂസ് ഊരിയത്? എന്താണ് KCBയുടെ നീക്കം? HMT എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അശ്വതി, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കൊച്ചിയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HMTയുടെ ഫ്യൂസ് ഊരാൻ KSEB എത്തുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്ന കാരണം വലിയ തുക, അതായത് ഏതാണ്ട് 30 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശിക വരുത്തിയതിനാലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ഫ്യൂസ് ഊരുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ എന്നാൽ HMTയുടെ വാദം മറ്റൊന്നാണ്. അതായത് 2007 ഏതാണ്ട് ഏറെക്കാലം യാതൊരു ആശയവിനിമയവും ഇല്ലാതെ KSEB പെട്ടെന്ന് 14 കോടിയുടെ ഒരു വൈദ്യുതി ബിൽ HMTക്ക് നൽകുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് എന്ന രീതിയിൽ 10 കോടി രൂപയും 5 ഏക്കർ ഭൂമി HMT നൽകണമെന്ന കരാറിന്മേൽ HMT ഒരു 8 കോടി രൂപ KSEBക്ക് നൽകുകയുണ്ടായി. 2 കോടി രൂപ പിന്നീട് നൽകാമെന്നും ഭൂമി കൈമാറ്റം നടത്താമെന്നുമുള്ള എഗ്രിമെന്റിലായിരുന്നു അത് ചെയ്തതെങ്കിലും പിന്നീടുണ്ടായ ചില തർക്കങ്ങളെ തുടർന്ന് 5 ഏക്കർ ഭൂമി പകരമായി നൽകാൻ HMTക്ക് സാധിച്ചില്ല. തുടർന്ന് 18 വർഷത്തിന് ശേഷം ആദ്യം നൽകിയ 8 കോടി രൂപയുടെ കണക്ക് എവിടെയും പരാമർശിക്കാതെ 14 കോടി കുടിശ്ശിക എന്ന രീതിയിൽ തന്നെ അതിന്റെ പലിശയടക്കം 30 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശിക ഉള്ളതായി HMTയെ അറിയിക്കുകയും പെട്ടെന്ന് വന്ന് ഫ്യൂസ് ഊരുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ 8 കോടി രൂപ നൽകി എന്നത് KSEB മറച്ചു വെക്കുകയായിരുന്നു. മറിച്ച് ഇപ്പോഴും 5 ഏക്കർ ഭൂമി പകരമായി നൽകണമെന്ന ഒരു ആവശ്യമാണ് KSEB മുന്നോട്ട് വെക്കുന്നത്. 5 ഏക്കർ ഭൂമി 2007 ഉണ്ടായിരുന്ന വിലയല്ല ഇപ്പോൾ HMT ഭാഗത്ത് ഭൂമിക്ക് ഉള്ളത്. ആ ആവശ്യം അവർ വീണ്ടും മുന്നോട്ട് വെക്കുകയും അതേ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് HMT തുക അടയ്ക്കാതെ പിന്മാറുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് KSEB വന്ന് ഇന്ന് ഫ്യൂസ് ഊരുന്ന ഒരു സാഹചര്യമാണ്. ശരി ബീന തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം HMT എംപ്ലോയീസ് യൂണിയൻ CITU പ്രവർത്തകൻ കൃഷ്ണദാസ് ചേരുന്നുണ്ട്. കൃഷ്ണദാസ്, നിങ്ങൾ എങ്ങനെയാണ് ഈ KCBയുടെ നീക്കത്തെ നോക്കിക്കാണുന്നത്? 8 കോടി രൂപ ഇതിനോടകം തന്നെ അടച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃഷ്ണദാസ്, അതായത് 2007 വന്ന കുടിശ്ശികയായിരുന്നു ഈ പ്രശ്നത്തിന്റെ ആധാരം. 2007 14 കോടി രൂപ കുടിശ്ശിക വരികയും അത് വൺ ടൈം സെറ്റിൽമെന്റ് എന്നുള്ള നിലയ്ക്ക് 10 കോടി രൂപ അടയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ പക്ഷേ KSEB അവർക്ക് 5 ഏക്കർ ഭൂമി കളമശ്ശേരി KSEBക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും 5 ഏക്കർ ഭൂമി കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഒരു വില നിശ്ചയിക്കപ്പെടണം. അങ്ങനെ നിശ്ചയിക്കപ്പെടുമ്പോൾ 2 കോടിക്ക് മുകളിൽ അന്ന് വില ഉണ്ടാകും എന്നുള്ള കണക്കാക്കിക്കൊണ്ട് HMT എന്ത് ചെയ്തു? വൺ ടൈം സെറ്റിൽമെന്റിൽ 8 കോടി രൂപ അടയ്ക്കുകയും 2 കോടി രൂപ പിടിച്ചു വെക്കുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ പിന്നീട് HMTയും KSEBയും തമ്മിലുള്ള ഭൂമി കൊടുക്കാനുള്ള വ്യവസ്ഥയിൽ മാറ്റം വരികയും അത് തീരുമാനമാവാതെ പോകുകയും ചെയ്തു. അങ്ങനെ പോകാതെ വന്ന സന്ദർഭത്തിൽ KSEB വൺ ടൈം സെറ്റിൽമെന്റ്, അതായത് 10 കോടി രൂപയ്ക്കുള്ള സെറ്റിൽമെന്റ് നിന്ന് പിൻവാങ്ങുകയും 14 കോടി രൂപയുടെ കുടിശ്ശിക തന്നെ കണക്കിൽ വെച്ചുകൊണ്ട് പലിശ ആഡ് ചെയ്തുകൊണ്ട് വരികയാണ് ഉണ്ടായത്. പിന്നീട് ഇപ്പോഴും HMTയോട് 5 ഏക്കർ ഭൂമി നൽകണമെന്ന് KSEB ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത് സെറ്റിൽ ചെയ്യാമെന്നാണ് KSEB പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ HMTയുടെ ഭൂമിയൊക്കെ തന്നെ അത് കേരള സർക്കാരുമായിട്ടുള്ള കേസിൽ പെട്ടുകൊണ്ട് കിടക്കുന്നത് കൊണ്ട് HMTക്ക് ഭൂമി നൽകുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അപ്പോൾ 2007 മുതൽ 18 വർഷക്കാലം KSEB ഇത് കണക്കിൽ വെച്ചുകൊണ്ട് പോകുകയും എന്നാൽ 2007, 2008, 2009, 2010 കാലഘട്ടങ്ങളിലൊന്നും തന്നെ അതിനൊരു തീരുമാനമെടുക്കുന്നതിൽ KSEB ആർജവം കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ 10-18 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 30 കോടി രൂപ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് HMT ആണെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കടുത്ത പ്രതിസന്ധി നേരിടുന്ന സമയത്ത് 30 കോടി രൂപ KSEBക്ക് കൊടുത്തുകൊണ്ടൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ HMTക്ക് സാധിക്കില്ല. എന്നാൽ HMTയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഖന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട കുമാരസ്വാമി അവർ പ്രഖ്യാപിച്ചിട്ടുള്ള
റിവൈവൽ പാക്കേജ് ഉണ്ട് HMTക്ക് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള റിവൈവൽ പാക്കേജ് ഉണ്ട്. ആ റിവൈവൽ പാക്കേജ് ശരി നടപ്പിലാക്കുന്ന കൃഷ്ണദാസ്, സന്ദർഭത്തിൽ നിങ്ങൾ ഈ KCBയുടെ നീക്കത്തിനെതിരെ എങ്ങനെ നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഒപ്പം വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയെ ഇക്കാര്യം അറിയിക്കില്ലേ? ഇത് ശ്രദ്ധയിൽപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും ഇതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായപ്പോൾ HMT മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട മന്ത്രിയെ പാലക്കാട്ട് പോയി കണ്ടുകൊണ്ട് സംസാരിക്കുകയും ഈ സെറ്റിൽമെന്റ് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഭൂമി ഇടപാടിൽ തന്നെ KSEB നിൽക്കുന്നത് കൊണ്ട് ഭൂമി കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായിട്ടും KSEB ഇപ്പോ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് HMTയുടെ പ്രവർത്തനത്തെ ആകെ തീർച്ചയായും മനസ്സിലാകുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിയിലെ HMTയുടെ ഫ്യൂസ് ഊരിയിരിക്കുകയാണ് KCB. ഇപ്പോൾ പ്രവർത്തനമാകെ നിലച്ചൊരവസ്ഥയിലാണ്. വൈദ്യുതി ബില്ലിൽ വലിയ തുക കുടിശ്ശിക വന്നതോടെയാണ് KCBയുടെ നീക്കമെന്നാണ് KCBയുടെ വിശദീകരണം. 30 കോടി രൂപയ്ക്കടുത്താണ് കുടിശ്ശിക.